സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ 3 സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് സ്കിന്നെല്ലാം കളഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്ലൈസ് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ പേർപ്പിൾ കളർ ആയതുകൊണ്ട് തന്നെ ആ സ്കിൻ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല കളറാണ്, നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു സ്ലൈസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നൈഫ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസം വരും. അപ്പോൾ പല തിക്കാവുമ്പോഴത്തേക്കും അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലത് കരിഞ്ഞു പോവും, ചിലത് വേവില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ സ്ലൈസറിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ സ്ലൈസറാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ ബനാന ചിപ്സൊക്കെ സ്ലൈസ് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 വെള്ളത്തിൽ ഒന്ന് റിൻസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 വെള്ളം ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് എടുക്കുക. പിന്നെ ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെയാണ് അതിന് ചെറിയൊരു മധുരം ഉണ്ട് അതിൽ ഓൾറെഡി. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് അതേ കണക്ക് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അത് പിടിക്കാനാണ്. അതൊന്ന് ഒരു ചെറിയൊരു ഉപ്പ് രസം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം അതൊരു സ്ട്രെയിനറിലോട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തങ്ങ് എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കിങ്ങാണ്. പിന്നെ അതുമല്ല, വീട്ടിൽ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഒരു ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് വെള്ളം ശരിക്കും പോകണം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ അതിൻ്റെ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വെളിയിൽ വെച്ച് വെയിൽ കാണിക്കാം. അപ്പോൾ വെയിലത്ത് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്കെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പുറത്ത് തണുപ്പ് കാരണം നിവർത്തിയില്ല, അതുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ ഇത് കണക്ക് നിരത്തി വെക്കുന്നുണ്ട്. അത് ഇവിടെ ശരിക്കും ഒരു 3 തരം സ്വീറ്റ് പൊട്ടറ്റോസാണ് സാധാരണ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴി ഉള്ള ഒരു പാത്രത്തിൽ, എപ്പോഴും അങ്ങനെയുള്ള ഒരു പാത്രത്തിലാണ് ഫ്രൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഒന്ന് തിരിച്ച് ഒന്ന് മറിച്ചിടുക, കൂടെ തന്നെ നിൽക്കണം, കരിഞ്ഞു പോകരുത്. അത് കണക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ കളറ് പോവില്ല, നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും നല്ല പേർപ്പിൾ കളർ തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ ഇവിടെ സാധാരണ ഒരു 3 തരം കളറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോസാണ് കാണുന്നത്. പേർപ്പിൾ കളറുണ്ട്, പിന്നെ ഒരു ചെറിയൊരു യെല്ലോ കളറിലുണ്ട്, പിന്നെ സാധാ നമ്മുടെ മരിച്ചീനിയുടെ ഒക്കെ ഒരു കളറുണ്ട്. അങ്ങനെ ഇതേ കണ്ടോ, ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഒരു ചിപ്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ വലിയ റെസിപ്പി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്കതെല്ലാം കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും സീസണിങ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ ബാച്ചായിട്ടാണ്, കാര്യം ചെറിയ പാത്രമായതുകൊണ്ട് ചെറിയ ബാച്ചായിട്ട് 3 പ്രാവശ്യമായിട്ട് ആണ് ഞാൻ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ വേറെ സീസണിങ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സീസണിങ് വേണമെങ്കിലും ഇതിലിടാം, ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇടുക, ചേർക്കുക. പെപ്പർ ഗാർലിക് സീസണിങ്ങോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ see you next video. Until then, bye and take care.